സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. വരുമ്പോ ആദ്യം പരമാവധി എന്താ പറയുക, ആളുകൾ സ്വാഗതം ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ നടത്താനാണ് ശ്രദ്ധിക്കാറുള്ളത്. ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഞാനിപ്പോ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെന്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെന്റ് രൂപീകരിക്കും. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ സൂചനയാണ് ഇപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി പങ്കെടുത്തല്ലോ. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു മാതൃകയാണ് കാണിച്ചത്. അതേസമയം 2021 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായിരുന്നു അനുഭവം? എന്തായിരുന്നു ഗവൺമെന്റിനോട് അന്നത്തെ പ്രതിപക്ഷം ഉടനീളം സ്വീകരിച്ച സമീപനം? ഇനി അങ്ങനെ ആയിരിക്കില്ല. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിന്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ മനസ്സാണ് ഉണ്ടാകുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവം അല്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നാണ് ഇപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന. ഇപ്പോ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോ ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അങ്ങനെ വിമർശിച്ചും ആക്രമിച്ചു പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോവുക, ജനങ്ങളുടെ മുൻപാകെ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിന്റെ സമീപനം അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ സർക്കാരിനോടുള്ള നിലപാട്. അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിച്ചാൽ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യും, പ്രതിഷേധത്തിന്റെ നിലയിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അപ്പോ ഒരു മുൻവിധിയിലേക്കും ഞാൻ കടക്കുന്നില്ല. പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ മലപ്പുറം.